അങ്ങനെ നമ്മുടെ നയനിയും ദേവയാനിയും കൂടി മുത്തശ്ശിയുടെ ഓരോന്ന് ഇങ്ങനെ നാഗേന്ദ്രനെ പറ്റി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്ന നയനോട്, ഇപ്പം നീ ആദർശിൻ്റെ കാര്യം, നിൻ്റെ വയറ്റിലുള്ള കുട്ടിയുടെ കാര്യം നോക്കിയാൽ മതി, നീ ഇപ്പം അയാളുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. മുത്തശ്ശിന് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കാര്യം ഇവിടെ സംസാരിക്കുകയേ വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവനെ സൂക്ഷിക്കണം. അവനിപ്പോൾ പരാജയപ്പെട്ടതുകൊണ്ട് അവൻ കൂടുതൽ ശക്തിയോട് നമ്മുടെ ഇവിടേക്ക് എങ്ങനെയെങ്കിലും കയറാൻ നോക്കും. അതുകൊണ്ട് അവനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണത് നമ്മുടെ ആദർശ് ചെറിയച്ഛനോട് പറയുന്നുണ്ട്, ചെറിയച്ഛൻ ആലോചിച്ച് നോക്കി, അപ്പച്ചി കാണിച്ചത് തെറ്റല്ലേ നാഗേന്ദ്രനോട്, ആ പണ്ടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചതി ചെയ്യാൻ പാടുണ്ടോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചെറിയച്ഛൻ പറയണ്ടേ, എടാ അതൊക്കെ ശങ്കരൻ പറഞ്ഞ കഥയല്ല, ശങ്കരനെ കൊണ്ട് ആരതൊക്കെ പറയിപ്പിച്ച ആ നാഗേന്ദ്രൻ, അവനും ഇവിടേക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റണം, അതുകൊണ്ട് ഓരോന്നും പറയല്ലേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അനിയുടെ അമ്മ അനിയോട് പറയുന്നുണ്ട്, അടുത്ത കേസ് കൂടുന്ന സമയത്ത് എന്തായാലും നിനക്ക് ഡൈവേഴ്സ് ഉറപ്പാണ്, ആ ഡൈവേഴ്സ് കിട്ടിയിട്ട് വേണം ഞാൻ നടക്കാത്ത പോയോ കല്യാണം ഉറപ്പിക്കലോ ഒന്നും കൂടി ഞാൻ നടത്തിയെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അനിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ നടത്തിക്കോ കല്യാണം ഉറപ്പിക്കലൊക്കെ, പക്ഷേ മോതിരം ഞാൻ ഉണ്ടാവില്ല, അമ്മ വേറെ ചെക്കനെയും കൂടി നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ജാനകി ആണെങ്കിൽ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.